ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തൊരു കിച്ചണിലെ നമ്മൾ ഫ്ലോർ ഒട്ടിക്കുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് കട്ടിങ്സ് ഒട്ടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ ഒട്ടിച്ചു, ഒരു സൈഡിൽ ഒട്ടിച്ചു, ഇനി ഒരു സൈഡ് ഒട്ടിക്കാനുണ്ട്. ഇനി അടുപ്പൊക്കെ ചെയ്യാനുണ്ട്. അതിൽ വീഡിയോ ആയിട്ട് ഇടാം. അടുപ്പിൻ്റെ ഒരു വീഡിയോ നമുക്ക് പ്രത്യേകിച്ചായിട്ട് ഇടാം. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ കട്ടിങ്സൊക്കെ ഒട്ടിക്കാൻ നമ്മൾ ഇച്ചിരി പാടുപെട്ടു. കാരണം എൻ്റെ കബോർഡ് ചെയ്തേക്കുന്നത് ഒരു ഇച്ചിരി ചരിഞ്ഞു പോയി. അപ്പോൾ നേരത്തെ ടൈൽ ഒട്ടിച്ചില്ല. അപ്പോൾ നേരത്തെ ടൈൽ ഒട്ടിച്ചിരുന്ന ചരിഞ്ഞായിരുന്നു സ്ലാബ്. അപ്പോൾ നമ്മളിപ്പോൾ ലെവലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വെച്ചപ്പോഴത്തേന് കബോർഡിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ ഒട്ടിച്ച് നമുക്ക് സമയമെടുത്തു. ഇനിയിപ്പം ജനലിൻ്റെ മാറുതലയിൽ നമ്മളൊരു ഗ്രാനൈറ്റിൻ്റെ രണ്ട് പീസ് ഒക്കെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എവിടെയൊക്കെ നമ്മൾ ഗ്രാനൈറ്റൊക്കെ ഒട്ടിച്ച് അതിൻ്റെ സൈഡ് ഒട്ടിച്ചു. ഗ്രാനൈറ്റ് നമുക്ക് മറ്റേ ഗോൾഡ് ഗാലക്സിയാണ് സാധനം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ ഇനി ഈ സൈഡ് നമ്മൾ ജനലിൻ്റെ താഴത്തെ പടിയും കൂടെ നമ്മളിതുപോലെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് 2 വെച്ച് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനമൊക്കെ പറക്കി വെക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ അങ്ങനെ യൂസ്ഫുള്ളായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതലിട്ടാണ് ഈ ഇത് ഇട്ടേക്കുന്നത്. കച്ചിരി ഇങ്ങോട്ട് തള്ളി നിൽക്കും. അപ്പോൾ ഇച്ചിരി വീതി കിട്ടുമല്ലോ എന്ന് എഴുതിയിട്ട്. കാരണം അത്രയും ഭാഗം നമുക്ക് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടെ കൂടുതലിട്ട്, അപ്പോൾ അത് അത്രയും നമ്മൾ 1/2 ഇഞ്ച് ഉരുട്ടിയെടുക്കും. ഉരുട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേന് നല്ല രസമായിരിക്കും കാണാൻ. നമ്മളിതെല്ലാം ഗമ്മ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഗമ്മെന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, മറ്റേ ഈ ഇപ്പോൾ ടൈൽ ഒട്ടിക്കാനുള്ള പ്രത്യേകിച്ച് ഗമ്മ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടും, മേടിക്കാൻ കിട്ടും. ടൈൽ ഇടത്തനുണ്ട്, അല്ലെങ്കിൽ നമുക്കെല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ അത് തന്നെ എടുത്തിട്ട്, കാരണം കൂടുതൽ നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടേക്കുന്നതാണ്. നേരത്തെ പഴയ വീടിൻ്റെ അല്ലേ. ഇപ്പം താഴെയൊക്കെ നേരത്തെ ബ്ലാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. തറയൊക്കെ നല്ല കറക്റ്റ് പക്ക ലെവലാണ്. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ ഗമ്മേ തന്നെ മാറ്റാവുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഗമ്മാണ് ഇവിടെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. മറ്റാകുമ്പോഴത്തേന് പാറപ്പൊടിയും അതെല്ലാം കൂടെ ഒരുപാട് എക്സ്പെൻസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗമ്മാകുമ്പോഴത്തേന് ആ ഒരു ഇത് ചുരുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴത്തേന് പിന്നെ അത് തട്ടി പൊട്ടിക്കണം. ഈ പഴയ ഇത് മൊത്തം തല്ലി പൊട്ടിച്ചിടണം. ഹൈറ്റ് വരുമല്ലേ. ഹൈറ്റ് വരുമ്പോഴത്തേന് ഈ പഴയ ഹൈറ്റ് പ്രശ്നം വരും. പൊടിയും കൂടെ വരുമ്പോഴത്തേന് ഒത്തിരി ഹൈറ്റായി പോകും. അപ്പോൾ കട്ടിളയുടെ ഇതൊക്കെ മറിഞ്ഞു പോകും. അപ്പം പടിയുടെ നിരപ്പൊക്കെ ആയി വരും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഗമ്മ് ഉപയോഗിക്കാം എന്ന് എഴുതിയിട്ട് നമ്മൾ ഗമ്മാണ് ഇവിടത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഒരു പാക്കറ്റ് സിമെൻറ്റ് നമ്മൾ എക്സ്ട്രാ എടുത്തു. അപ്പോൾ അത് നമ്മൾ ഈ ആദ്യം സ്ലാബ് ഇട്ടപ്പോൾ നമ്മൾ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇട്ടത്. കാരണം ഇച്ചിരി പൊടി നമുക്ക് വേണമായിരുന്നു. ഇച്ചിരി എംസാൻഡൊക്കെ ഇട്ട് നമുക്ക് പൊടിയാക്കിയിട്ട് വേണം ഇടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സിമെൻറ്റ് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. സിമെൻറ്റിൻ്റെ ഇത് ആവശ്യം വരുമ്പോൾ നമ്മൾ സിമെൻറ്റ് ഉപയോഗിക്കും. അപ്പം ഇതിൻ്റെ മൂലയൊക്കെ നമ്മൾ കറക്റ്റ് മഹാര് വെട്ടിയാണ് വെക്കുന്നത്. ഈ മഹാരം എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഈ അത്യാവശ്യം തടിപ്പണി അറിയാം. കാർപ്പൻ്റർ വർക്കും അറിയാം. അപ്പം കാർപ്പൻ്റർ വർക്കിനകത്ത് പറയുന്നതാണ് നമ്മൾ ഈ കോണ് കറക്റ്റായിട്ട് ചരിച്ച് വെട്ടി ഇപ്പം ജോഡിക്കുമ്പോഴത്തേനാണ് നമ്മൾ ഈ മഹാര് വെട്ടുകയെന്ന് പറയുന്നത്. അപ്പം ഈ കോർണറിൻ്റെ വർക്കിനൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ കോർണർ കറക്റ്റായിട്ട് നമ്മൾ അതേപോലെ മഹാരം എന്ന് പറയും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചരിച്ച് വെട്ടിയിട്ട് 2 ടൈലിൻ്റെയും ഉൾവശം എടുത്ത് ചരിച്ച് വെട്ടി കളയാം. എന്നിട്ട് അത് ഒരുമിച്ച് വെക്കുമ്പോഴും നല്ല കൂർത്ത മുന പൊട്ടിക്കും. അപ്പോൾ ഷാർപ്പായിട്ടിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മളവിടെ ചെയ്തെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല ടൈല് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് അങ്ങനെ ഒട്ടിക്കത്തില്ല. അപ്പം കാണുമ്പോൾ ഒരു ഇച്ചിരി വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ മഹാര് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 സൈഡും മഹാരൊക്കെ വെച്ചു. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ആണ് ചെയ്തേക്കുന്നത്. കോണ് വെട്ടിയാണ് വെച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തറ ചെയ്യാനുണ്ട്. തറ നമുക്ക് ഈ പൊടിയിട്ട് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണും. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഗം ഒട്ടിച്ച് നോക്കാം, കുഴപ്പമില്ല. നേരത്തെ മറ്റേ ബ്ലാക്ക് സൈഡൊക്കെ വെച്ചിരുന്നു, നല്ല സെറ്റായിട്ടൊക്കെ വെച്ചിരുന്നിട്ടുന്ന. പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ഈ മുഴപ്പുകളൊക്കെ ചെറുതായിട്ടുണ്ട്. പക്ഷെ അത് തട്ടിക്കളഞ്ഞാൽ പിന്നെ പണിയാവും. അങ്ങനെ വിചാരിച്ച് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ ഇരിക്കുക. അപ്പോൾ എന്തുമായാലും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നതായിരിക്കും.
അപ്പം ഇനിയിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചയായി, ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ചെയ്യാമെന്നും പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഞങ്ങളിതിനകത്ത് തന്നെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. താഴെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗ്രിപ്പ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ മെഷീൻ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അടുക്കടുക്ക് നമ്മൾ വരഞ്ഞങ്ങോട്ട് ഗ്രിപ്പ് ചെയ്തിട്ടേക്കുക. ഇപ്പോൾ ഒരു ദിവസത്തെ ഒരാളെ നല്ല പണിയുണ്ട്. അപ്പോൾ കാരണം സാധനം എല്ലാം പറക്കി മാറ്റി എന്നിട്ട് ഇത് മൊത്തം ഗ്രിപ്പ് ചെയ്യാൻ തന്നെ നല്ല പണിയായിപ്പോയി. കാരണം ഇതിനകത്തുനിന്ന് വെളിയിലോട്ട് പൊടി അങ്ങനെ പോകത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല പണിയായിപ്പോയി. നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടി ഇതിനകത്ത് നമ്മൾ നിന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പണിക്കാർ പിള്ളേരാണ് നമ്മൾ ചെയ്തത്. നമ്മളെ നല്ല വർക്കേഴ്സുമാരാണ്. അമ്മമാരാണ് ഒന്നും നോക്കിയില്ല. അമ്മമാർ പൊടിക്കകത്തിരുന്നിട്ട് അമ്മമാരത് മൊത്തം അടിപൊളിയായിട്ട് വരഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി തന്നു. നല്ല ബ്ലാക്ക് വെസൈഡ് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആദ്യം ഇത് പൊട്ടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേന് പൊട്ടിച്ച് ചെയ്യുമ്പോഴത്തേന് പിന്നെ എംസാൻഡ് വേണം, മണൽ വേണം, പിന്നെ പൊടി ഇട്ട് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഇതാവും, പൈസ ഒരുപാടാവും. അപ്പോൾ പിന്നെ അവർക്ക് ചെറിയ രീതിയിൽ ചെയ്താൽ മതി എന്നുള്ളൊരു സെറ്റപ്പില്ല. അപ്പം പിന്നെ ഗമ്മ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗമ്മ് ഉപയോഗിച്ചാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒട്ടിച്ച് വന്നപ്പോഴത്തേന് അവിടെ ഇവിടെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പണ്ട് തേച്ച് വിട്ടതല്ലേ, അപ്പോൾ അതിനകത്തൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ചില ഭാഗത്തൊക്കെ ഇച്ചിരി നല്ലൊരു കനത്തിൽ ഗമ്മ് കയറുന്നുണ്ട്. അത് കുഴപ്പമില്ലായിരിക്കും. ഇതുവരെ നമ്മൾ ചെയ്തിട്ട് എങ്ങും ഒരു കുഴപ്പവും കണ്ടിട്ടില്ല. കൂടുതൽ കനം കുറഞ്ഞ് വരുന്നിടത്തൊക്കെയാണ്. പക്ഷെ ഒരുപാട് കനമായാലും പ്രശ്നമാണ്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. നല്ലോണം വരഞ്ഞൊക്കെ ഇട്ടേക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഗമ്മ് നമ്മൾ തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കരണ്ടി കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ തിരുമ്മി അങ്ങോട്ട് കയറ്റും. തിരുമ്മി നല്ല അടിപൊളിയായിട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കും ഇതിൻ്റെ ഗ്യാപ്പിലെല്ലാം. കാരണം നമ്മൾ ഈ വരഞ്ഞിട്ടേക്കുന്നതിൻ്റെ ഗ്യാപ്പിലെല്ലാം അങ്ങോട്ട് ഗമ്മി നിന്നാലേ പിടുത്തം വരുന്നുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ പാലുള്ള പാത്രമുണ്ട്, പാത്രം വെച്ചിട്ട് നമ്മൾ പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് വെച്ച് വരച്ച് വിടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ലെവൽ ചെയ്തിട്ട് നമ്മൾ ടൈൽ ഒട്ടിക്കും. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോഴത്തേനും നമുക്ക് മറ്റേ പത്രം ഇട്ട് പിടിക്കണമെന്നില്ല. നമുക്ക് കറണ്ട് തന്നാൽ മതി. നമുക്കറിയാമല്ലോ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഹൈറ്റ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റേ ലെവലിന് പത്രം വേണമെന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് തേച്ച് നല്ല കറക്റ്റ് ലെവൽ തേച്ച് നമ്മൾ ഗമ്മ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടേക്കുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഒറ്റ കനത്തിൽ, ഇപ്പോൾ 4-5 കനത്തിലുള്ള വെട്ടിവിട്ടേക്കുന്ന പത്രമാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ 4-5 കനത്തിൽ കറക്റ്റ് തറയിൽ നിന്ന് വലിച്ചങ്ങ് പോയാൽ മതി. ഇത് ഗമ്മ് നിരത്തിയിട്ട് നമുക്ക് വലിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒറ്റ കനത്തിൽ നമുക്ക് ഗമ്മിരിക്കുക. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് അങ്ങ് ഒട്ടിച്ചാൽ മതി. അത് ആർക്കാണെങ്കിലും ചെയ്യാം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹൈറ്റിലൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ഹൈറ്റ് നമ്മൾ നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ എന്തുമായാലും ഞാൻ ആദ്യമേ അവിടെ തിരിച്ചും മറിച്ചും ടൈലിൽ തന്നെ കണക്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അല്ലാതെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ പറ്റത്തില്ല. കാരണം പൊടിയിട്ട് ചെയ്യുകയല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇപ്പം 2 സൈഡിലോട്ട് കറക്റ്റായിട്ട് ടൈൽ ഓടിച്ചിട്ട് ഓരോ ടൈൽ ഓടിച്ചിട്ട് അതിൻ്റെ ഒരു മൂലയ്ക്ക് ടൈൽ, അകത്തെ ഒരു കോർണറിൽ ടൈൽ വെച്ചിട്ട് നോക്കി. അപ്പം അങ്ങനെയാണ് കണപ്പിനകത്ത് സെറ്റ് ചെയ്തത്. അപ്പം അതിങ്ങനെ 2 സൈഡിലോട്ടും കിട്ടുപോയാൽ മതി. അപ്പം ഒരു ടൈൽ ഇടത്തോട്ട് വിടും, ഒരു ടൈൽ വലത്തോട്ട് വിടും. അങ്ങനെ ഇട്ട് ബാക്കിലോട്ട് വരും. എന്തായാലും നമ്മളതിൻ്റെ പീസ് വർക്ക് കൂടെ തീർത്താണ് ബാക്കിലോട്ട് വരുന്നത്. ഒന്നിച്ച് സമയം എടുക്കും. കാരണം ഇതിൻ്റെ ഒരു സൈഡ് ഒടിച്ച് ബാക്കി 3 സൈഡിലും, കിച്ചൺ ആയതുകൊണ്ട് ബാക്കി 3 സൈഡിലും പീസ് വീഴും. അപ്പോൾ നമ്മൾ ഈ 3 സൈഡിലും പീസ് നമ്മൾ വെട്ടിയിട്ട് വന്നേ പറ്റും. അപ്പോൾ നമുക്ക് ഇച്ചിരി താമസം വരും. ഇച്ചിരി വലിയൊരു അടുക്കളകളാണ്. അപ്പോൾ ഇച്ചിരി താമസം വരും നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുവായാലും നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചട്ടിയൊക്കെ നമുക്ക് പല സൈറ്റിലായി പോകുമ്പോൾ നമ്മളിവിടുന്ന് ഡിഷാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല ചട്ടിക്ക് ഗമ്മ് കുറയ്ക്കാൻ നമുക്ക് എടുക്കാനും നല്ലത് നമുക്ക് ഡിഷാണ് കേട്ടോ. ഈ ചട്ടിയെക്കാട്ടി ഒരിച്ചുകൂടെ ഡിഷിനകത്താകുമ്പോഴേ നമുക്ക് നല്ല ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ചട്ടിക്കെക്കാട്ടിലും നല്ലതാണ് ഡിഷ്. അപ്പോൾ ഞങ്ങൾ ഡിഷ് അത്യാവശ്യം ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇപ്പം നമുക്കിവിടെ ചട്ടി നമ്മുടെ സൈറ്റിൽ രാവിലെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉള്ള ഡിഷിനകത്തൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പ്രശ്നമല്ല. ഇപ്പം നമുക്കിപ്പോൾ പണി നടന്നാൽ മതി. ഇപ്പോൾ ചട്ടിയോ ഡിഷോ കരണ്ടിയോ പുല്ലോ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് പണി നടക്കണം എന്നുള്ളതാണ്, അല്ല വേറെ കാര്യമൊന്നുമില്ല.
അപ്പോൾ എന്തുമായാലും നമ്മളൊന്ന് എത്ര രാത്രിയായാലും നമ്മൾ ഒട്ടിച്ചിട്ടേ പോകത്തുള്ളൂ, അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല. നമ്മളിപ്പം ഉച്ച കഴിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്ന് തുടങ്ങിയാണ് തറ ഫ്ലോർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുമായാലും നമ്മൾ ഇത് ഇച്ചിരി രാത്രിയായാലും നമ്മൾ ഒട്ടിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മൾ ഈ സൈഡൊക്കെ ഒട്ടിച്ചാൽ നമുക്ക് ഇച്ചിരി പണിയായിപ്പോയി. കാരണം ഇതിൻ്റെ കട്ടിങ്സ് ഈ കബോർഡുള്ളത് കൊണ്ട് നമ്മൾ ഇതൊന്ന് പെട്ടുപോയി. കാരണം കബോർഡ് തുറക്കാൻ പറ്റണമല്ലോ. അപ്പം കറക്റ്റ് ഒരേ ഡോറിൻ്റെ മണ്ടയ്ക്ക് പീസൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ഇച്ചിരി പെട്ടുപോയി. അപ്പം അങ്ങനെ പെട്ടുപോയതുകൊണ്ട് വെച്ച് താമസിച്ചു പോയി നമുക്ക് ഫ്ലോർ. അല്ലെങ്കിൽ ഫ്ലോർ നമുക്ക് നേരത്തെ തീർക്കാമായിരുന്നു. പക്ഷെ എന്തുമായാലും നമ്മൾ ഇന്നത് തീർത്തിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കുറച്ച് ഇതിവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എന്തുമായാലും നമ്മൾ തീർത്തിട്ടേ പോകത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ കൊണ്ടുവച്ച് വെട്ടാനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ ഇവിടെ വെച്ചാണ് നമ്മൾ വെട്ടുന്നത്. പക്ഷെ വെളി അങ്ങ് മുറ്റത്തുകൊണ്ട് വെട്ടാൻ പറ്റും. പക്ഷേ അത്രയും ദൂരം നടന്ന് കൂട്ടാൻ പോയിട്ട് താമസം വരും എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ തന്നെ ഇരുന്ന് ജനലിൻ്റെ സൈഡിലിരുന്ന് അവിടെ തന്നെ അങ്ങ് വെട്ടുവാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പീസിനും നമ്മൾ കൊണ്ടുവന്ന് വരച്ച് വെളിയിൽ കൊണ്ട് വെട്ടിയിട്ട് വരുമ്പോൾ സമയം ഒരുപാട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വെച്ചങ്ങ് വെട്ടും. പൈസ പൊടിയുണ്ട്, എന്തുവരും ക്ലീൻ ചെയ്തേ പറ്റും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് എഴുതിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുമായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ, പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന വരട്ടെ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളിങ്ങനെ ഓരോരോ വീഡിയോകളൊക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം നമുക്ക് നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് നമുക്കൊരു ഇതൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം. അത് പിന്നെ ഇപ്പോൾ നമ്മൾ പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ എന്തുമായാലും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാകുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ വീഡിയോകൾ, വ്യത്യസ്തമായ ഓരോരോ വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമുക്ക് അത്യാവശ്യം നമുക്ക് നാട്ടിലുള്ള എല്ലാ പണികളും നമുക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം നമ്മൾ ഇതിനകത്തിടുന്നതായിരിക്കും. അതേത് വർക്കാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്തിടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് 2 ദിവസത്തേക്ക് നമുക്ക് ടൈലിൻ്റെ വർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി അത് കഴിയുമ്പോഴത്തേന് വേറെ നെക്സ്റ്റ് വർക്ക് വേറെ ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ വർക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ ബുക്ക് ചെയ്തിങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഇനി അടുത്ത ഗാർഡൻ്റെ വർക്കുണ്ട്. അങ്ങനെ കുറേ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ സ്ലാബ് ഒട്ടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അതിൻ്റെ ഫ്ലോർ ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്ലോർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ പറയുന്നു അവരുടെ ബാത്റൂമിനകത്ത് ലീക്ക് പ്രശ്നം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ടൈലിന് വെള്ളം പിടിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ പഴയ ടൈലൊന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയ ടൈല് നമുക്ക് അതിനകത്ത് ഒട്ടിക്കണം. അപ്പം അങ്ങനെ അതിനുള്ള ടൈലും എടുത്തു, അളവെടുത്തിട്ട് നമ്മൾ ടൈലൊക്കെ എടുത്തു. അപ്പം ഇനി അതുകൂടെ ചെയ്യണം. അപ്പം ഇനി അതിൻ്റെ ലീക്കും പരിപാടി, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ നമ്മളത് ചെയ്യാം. അപ്പോൾ ഇതിനിടയ്ക്ക് അത് നമ്മുടെ പയ്യന്മാർ പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ പഴയ ടൈലൊക്കെ പൊട്ടിച്ച് കളയുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നത് അതൊക്കെയാണ്. അപ്പോൾ ഇനി അതുകൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ ചെയ്തതിനിടയ്ക്ക് അതുകൂടെ പൊട്ടിക്കാം. പക്ഷെ എന്തുവായാലും ഇവിടുത്തെ ടൈലിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എല്ലാം ഒരു ഗ്രേ ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വാൾ ടൈലായാലും ഒരു ഗ്രേയും വൈറ്റും ബ്ലാക്കും എല്ലാം മിക്സ് ചേർന്നൊരു കളറ്. പിന്നെ അതേപോലെ തന്നെ കബോർഡെല്ലാം ഒരു ഗ്രേ ആണ് കിടക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോറും ഗ്രേ ആണ്. ഗ്രേ എന്ന് പറയുമ്പോഴത്തേന് ഈ വൈറ്റ്, അതേ ഒരു വൈറ്റും ബ്ലാക്കും എല്ലാം കൂടെ ചേർന്ന ഒരു 3D ടൈപ്പ് സാധനം. ആ 3D എന്ന് പറഞ്ഞാൽ പക്ക 3D ആട്ടോ. നമുക്ക് കറക്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ കറക്റ്റ് 3D ആയിട്ട് തന്നെ തോന്നിക്കും. എന്തുമായാലും പക്ക ടൈലാട്ടോ. നല്ല ഗ്രിപ്പും ഉണ്ട്. ഞാൻ ആദ്യം മേടിച്ച ഗ്രിപ്പിന് ഇച്ചിരി ആ 3D പോലെ കണ്ടപ്പോഴത്തേനും ഞാൻ മേടിച്ച ഗ്രിപ്പ് കുറവായിരിക്കുന്നത്. പക്ഷെ നല്ല പക്ക ഗ്രിപ്പാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചവിട്ടിയാലും സ്ലിപ്പായി പോകുന്നില്ല. നല്ല ഗ്രിപ്പ് ഉള്ള ടൈലാണ്. ഞാനിത് ആലോചിച്ച് ബാത്റൂമിലിടാൻ പറ്റുന്ന ടൈല് പോലുള്ള ടൈല്, നല്ല പക്ക നല്ല അടിപൊളി സെറ്റാണ്. നല്ല ഗ്രിപ്പാണ്. ഡിസൈനും കുഴപ്പമില്ല, നല്ല ഡിസൈനാണ് കേട്ടോ. നല്ല ഗ്രേ. നമ്മളിങ്ങനെ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, നമ്മൾ നല്ല അടിപൊളിയായിട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല 3D ടൈപ്പാണ്. അടിപൊളിയായിട്ട് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.